Today, നമ്മൾ നോക്കുന്നത് വെരിലോഗ് പ്രോഗ്രാമിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ വാട്ട് ഈസ് എ വെരിലോഗ്? Verilog is a hardware description language used to model, design, and stimulate the digital system like circuit and microprocessors. It is primarily used in the field of digital design and verification. Below is the detailed explanation of Verilog programming concept. Verilog എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ്. ഇത് മോഡൽ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റംസിനെ സിമുലേറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്രൈമർലി യൂസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡിജിറ്റൽ ഡിസൈൻ ആൻഡ് വെരിഫിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മൊഡ്യൂൾസ് ആണ്. അപ്പോൾ വാട്ട് ഈസ് എ മൊഡ്യൂൾ? മൊഡ്യൂൾ ഈസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് in Verilog. It analogs to a function or class in a software programming. Also, it defines the functionality of a specific part of the hardware. മൊഡ്യൂൾ എന്ന് പറയുന്നത് വെരിലോഗിൻ്റെ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് നമുക്ക് പറയാം. ഇത് ഒരു ഫംഗ്ഷൻ അനലോഗ്സ് അല്ലെങ്കിൽ ക്ലാസ്സിനെ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനകത്തുള്ള ഫംഗ്ഷനോ ക്ലാസ്സിനെയോ അനലോഗ് ചെയ്യാനോ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഹാർഡ്വെയറിന്റെ സ്പെസിഫിക് പാർട്ടിന്റെ ഫംഗ്ഷനാലിറ്റി ഡിഫൈൻ ചെയ്യാനും മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊഡ്യൂളിന് രണ്ട് പാർട്സ് ഉണ്ട്, പോർട്സും ഇന്റേണൽ ലോജിക്കും. ആൻഡ് ദർ ഇസ് എ 2 മൊഡ്യൂൾ പാർട്സ്, പോർട്സ് ആൻഡ് ഇന്റേണൽ ലോജിക്. Ports, which means that input and output that connect it to the module or external environment. അപ്പോൾ പോർട്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. അതായത് മൊഡ്യൂൾസിലോട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിലോട്ടോ കണക്ട് ചെയ്യുന്ന ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ പോർട്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ ലോജിക് മൊഡ്യൂൾ എന്ന് പറയുന്നത് ദ ആക്ച്വൽ ഹാർഡ്വെയർ ഫംഗ്ഷനാലിറ്റി ഡിസ്ക്രൈബ് ഇൻസൈഡ് ദ മൊഡ്യൂൾ. ഒരു മൊഡ്യൂളിനകത്തുള്ള ആക്ച്വൽ ഹാർഡ്വെയർ ഫംഗ്ഷനാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ ലോജിക് എന്ന് പറയുന്നത്. ഇതാണ് മൊഡ്യൂളിന്റെ സിൻടാക്സ്. നമ്മളൊരു മൊഡ്യൂൾ നെയിം കൊടുക്കുക, ഇൻപുട്ട് എത്ര പോർട്ട് ഉണ്ടോ അത് കൊടുക്കുക, ഔട്ട്പുട്ട് പോർട്ട് കൊടുക്കുക. നമ്മൾ ഇന്റേണൽ ലോജിക് എന്താണോ അത് സ്പെസിഫൈ ചെയ്യുക, പിന്നെ എന്താണ് ആ മൊഡ്യൂളിനെ എൻഡ് ചെയ്യുക. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ്. മൊഡ്യൂൾ ആൻഡ് ഗേറ്റിന്റെ മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ ആൻഡ് ഗേറ്റ് എന്ന് നെയിം ചെയ്യുക. 2 ഇൻപുട്ട് ഉണ്ട്, പിന്നെ ഒരു ഔട്ട്പുട്ട് ആണ് എന്തോന്ന് y എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റിയാണ് എന്താണ്, എയും ബിയും ആൻഡ് ചെയ്തിട്ട് അത് വൈയിൽ എന്ത് ചെയ്യുവാണ്, അസൈൻ ചെയ്യുവാണ് അല്ലേ. അപ്പൊ അതാണ് അവിടുത്തെ ഫംഗ്ഷനാലിറ്റി. പിന്നെ മൊഡ്യൂളിന് എന്ത് ചെയ്യുക, എൻഡ് ചെയ്യിപ്പിക്കുക. ഇനി അടുത്തത് എന്താണ് ഒരു ഡേറ്റ ടൈപ്പ് എന്നുള്ളതാണ്. ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് കോൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്ത് തന്നെയാണ്. വെരിലോഗ് പ്രൊവൈഡ് എ റേഞ്ച് ഓഫ് ഡേറ്റ ടൈപ്പ് ടു റെപ്രസെന്റ് സിഗ്നൽസ് ആൻഡ് വേരിയബിൾസ്. ഇവിടെ നമ്മൾ ഡേറ്റ ടൈപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സിഗ്നൽസും വേരിയബിൾസും ആണ്. അപ്പോൾ ഡേറ്റ ടൈപ്പ്, ഈ 3 ഡേറ്റ ടൈപ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്: വയർ, റെജ്, ഇൻറ്റീജർ. വയർ എന്ന് പറയുന്നത് ഫിസിക്കൽ വയർ, അത് ഒരു ഹാർഡ്വെയറിനകത്തുള്ള ഫിസിക്കൽ വയറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെജ് എന്ന് പറയുന്നത് സ്റ്റോറേജ് എലമെന്റ്, രജിസ്റ്റർ സ്റ്റോറേജ് എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. അതായത് ലാച്ചോ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റീജർ എന്ന് പറയുന്നത് പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ ആൻഡ് ഡസ് നോട്ട് ഡയറക്ട്ലി മാപ്പ് ടു ദ ഹാർഡ്വെയർ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റീജർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ സിൻടാക്സ്. വയർ ആണെങ്കിൽ വയർ വേരിയബിൾ നെയിം, റെജ് ആണെങ്കിൽ റെജ് വേരിയബിൾ നെയിം, ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജറിന്റെ വേരിയബിൾ നെയിം. ഇപ്പൊ ഇതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അതിനെ എന്താണ് നമ്മൾ എഴുതുന്നത്. ഇനി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അരിത്തമാറ്റിക്കും ലോജിക്കും ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സും പിന്നെ റിഡക്ഷൻ ഓപ്പറേറ്റേഴ്സും. അതായത് റിഡക്ഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് ടു ഓൾ ബിറ്റ്സ് ഓഫ് എ വെക്ടർ ആണ്. ഓക്കെ, ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിന് ഒരു സിൻടാക്സേ ഉള്ളൂ, നമ്മൾ അസൈൻ ചെയ്യേണ്ട റിസൾട്ട്. അതായത് എങ്ങോട്ടാണോ അസൈൻ ചെയ്യുന്നത്, ഇവിടെ ഇപ്പൊ റിസൾട്ട് ആണ്, റിസൾട്ട് എന്താവാം, സം ആവാം, പാൻഡ് ചെയ്തിട്ട് ആൻഡ് ആവാം, നോട്ട് ചെയ്തിട്ട് നോട്ട് ആകാം. അപ്പൊ എന്താണോ എങ്ങോട്ടാണോ അസൈൻ ചെയ്യുന്നത് അത് ആ അസൈൻ ചെയ്യുന്നതിന്റെ നെയിമാണ് റിസൾട്ട്. പിന്നെ അവിടെ എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് ആ ഓപ്പറേഷനും ഓപ്പറാൻസും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ സം ആണെന്നുണ്ടെങ്കിൽ സമ്മിലോട്ടാണ് അസൈൻ ചെയ്യുന്നത്, സം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് അസൈൻ ചെയ്യുന്നത്. സോ എ ആൻഡ് ബി ഈസ് എൻ ഓപ്പറാൻഡ്,
പ്ലസ് ഈസ് എ ഓപ്പറേറ്റർ. സോ എ പ്ലസ് ബി ചെയ്തിട്ട് അതിനെ സമ്മിനകത്ത് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. വി going to do an addition a plus b, and the value is stored in or assigned in the sum variable. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ പ്രൊസീജിയറൽ ബ്ലോക്ക് എന്ന് പറയുന്നത് വെരിലോഗിനകത്ത് പ്രൊസീജിയർ, അതായത് വെരിലോഗ് സപ്പോർട്ട് പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് യൂസിങ് ഓൾവേസ് ബ്ലോക്ക് ആണ്. പ്രൊസീജിയർ ബ്ലോക്ക് എക്സിക്യൂട്ട് ബേസ്ഡ് ഓൺ ദ ചേഞ്ച് ഇൻ എ സ്പെസിഫൈഡ് സിഗ്നൽ ഓർ ക്ലോക്ക് എഡ്ജ്. ഈ പ്രൊസീജിയർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെസിഫൈഡ് ചേഞ്ച് വരുമ്പോഴത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ആൻഡ് സെൻസിറ്റീവ് ലിസ്റ്റ് ബിഗിൻ. നമ്മളവിടെ പ്രൊസീജിയറൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, അതിനെ എൻഡ് ചെയ്യുക. അപ്പൊ അതിന് ഫോർ എക്സാമ്പിൾ ആണ് ഓൾവേസ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ സെൻസിറ്റീവ് ലിസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് എഡ്ജ് ക്ലോക്ക് ആണ്. ഓക്കെ, ആൻഡ് അവിടുത്തെ പ്രൊസീജിയർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മളിപ്പോൾ അതിന്റെ കൺട്രോൾ ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ, കൺട്രോൾ ഫ്ലോ ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കൺട്രോൾ, അതായത് ഇഫ്, ഫോർ, കേസ്, വൈലൊക്കെ നമുക്ക് എന്താണ് നമ്മളുടെ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതിന്റെ സിൻടാക്സ് ആണിത്. ഇഫ് കണ്ടീഷൻ ബിഗിൻ സ്റ്റേറ്റ്മെന്റ് എൻഡ്, എൽസ് ബിഗിൻ സ്റ്റേറ്റ്മെന്റ് എൻഡ്. ഓക്കെ, നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഇഫ് എൽസ് പോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾവേസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ ആണെന്ന്, ഓൾവേസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. അതായത് ഓൾവേസ് കൊടുക്കുക, എയും ബിയും ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബിഗിൻ ചെയ്യണം. ബിഗിൻ ചെയ്തിട്ട് ഇഫ് നമ്മളവിടെ കണ്ടീഷൻ കൊടുക്കുന്നു, എന്നിട്ട് നമ്മളവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ എൽസ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എൻഡ് ചെയ്യുക. ഇനി എന്താണ് കണ്ടിന്യൂസ് അസൈൻമെന്റ്സ്. കണ്ടിന്യൂസ് അസൈൻമെന്റ്സിനകത്ത് used to model combinational logic with the assign keyword. The assignment update whenever the right hand side is changed. നമ്മൾ അസൈൻ കൊടുക്കുന്ന എന്തിനാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താവണം, അതിനനുസരിച്ച് അസൈൻ ആവണം. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ അസൈൻമെന്റ്സ് കൊടുക്കുന്നത്. നമ്മൾ നോർമലി പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് ഇൻസ്റ്റന്റേഷൻ എന്താണെന്നുള്ളതാണ്. മൊഡ്യൂൾ ക്യാൻ ബി ഇൻസ്റ്റന്റിയേറ്റഡ് ഇൻ അതർ മൊഡ്യൂൾ ടു ബിൽഡ് ഹൈറാർക്കിക്കൽ ഡിസൈൻ ആണ്. ഇപ്പോൾ നമ്മൾ ഹൈറാർക്കിക്കൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു മൊഡ്യൂളിൽ നിന്ന് മറ്റൊരു മൊഡ്യൂളിലോട്ട് നമുക്ക് ഇൻസ്റ്റന്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഇവിടെ സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂള് നെയിം ഓഫ് ഇൻസ്റ്റന്റ് നെയിം, പിന്നെ നമ്മൾ പോർട്ട് നെയിം കൊടുക്കുക, പിന്നെ നമ്മൾ അതിന്റെ സിഗ്നലിന്റെ നെയിം കൊടുക്കുക. അതായത് ഇപ്പൊ മൊഡ്യൂള് നമ്മൾ ടോപ്പ് മൊഡ്യൂളാണ് ചെയ്യുന്നത്. നമ്മളവിടെ എന്താണ് വയർ എക്സ് വൈ സെഡ് ഒക്കെ ഞാൻ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ആൻഡ് ഗേറ്റ് കൊടുത്തു. ആൻഡ് ഗേറ്റിൽ ആൻഡ് എന്താണ് ഗേറ്റ് ആൻഡ് 1, ഇതാണ് നമ്മുടെ മൊഡ്യൂൾ നെയിം, ഇൻസ്റ്റന്റ് നെയിം എന്ന് പറയുന്നത്. അതിന് നെക്സ്റ്റ് പോർട്ട് അല്ലെങ്കിൽ സിഗ്നൽ, പോർട്ട് നെയിം, പിന്നെ എന്തിലോട്ട് കൊടുക്കുക, സിഗ്നൽ നെയിം, പോർട്ട് നെയിം, സിഗ്നൽ നെയിം, അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു കോൺസെപ്റ്റ് ആണ് ടെസ്റ്റ് ബെഞ്ചസ്. നിങ്ങൾ പ്രോഗ്രാമിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. ടെക്സ്റ്റ് ബെഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്ത സാധനം വെരിഫൈ ചെയ്യാൻ, അതായത് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്ത് ടെസ്റ്റ് ബെഞ്ചസ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ബെഞ്ചസ് ആർ നോട്ട് സിന്തസൈസ്ഡ് ആണ്, അതായത് ഹാർഡ്വെയറിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഡിസൈന് ഇൻപുട്ടിനനുസരിച്ചുള്ള ഡിസൈനെ സിമുലേറ്റ് ചെയ്യും, ഔട്ട്പുട്ടിനനുസരിച്ചുള്ള എന്താണ് ക്യാപ്ചർ ചെയ്ത് അതിനെ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അപ്പോൾ അതിന്റെ സിൻടാക്സ് ആണ് തന്നിരിക്കുന്നത്. മൊഡ്യൂള് ടെസ്റ്റ് ബെഞ്ച് കൊടുക്കുക, ഡിക്ലറേഷൻ കൊടുക്കുക, ഇനിഷ്യൽ ബിഗിൻസ് ചെയ്യുക, സ്റ്റിമുലേറ്റ് ചെയ്യുക, എൻഡ് ചെയ്യുക, എൻഡ് മൊഡ്യൂൾ ചെയ്യുക. ഈ ടെസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്ന മൊഡ്യൂളിൽ എൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ മൊഡ്യൂൾ ടെസ്റ്റ് ബെഞ്ച് എന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഡിക്ലറേഷൻ ചെയ്യുന്നുണ്ട്, എയും ബിയും വൈയും നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇനിഷ്യൽ എന്ത് ചെയ്യുന്നത്, ബിഗിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ ഇൻസ്റ്റന്റേഷൻ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം നമ്മൾ ഇനിഷ്യൽ ബിഗിൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് കേസസുകളെല്ലാം, സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ കൊടുക്കുന്നു. നമ്മൾ അതിനെ ഫിനിഷ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു വെരിലോഗിനകത്ത് ബേസിക് ആയിട്ട് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. ഇനി നമുക്കൊരു പ്രോഗ്രാമിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ടൈമിംഗ് കൺട്രോളും ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീനും കൂടെ നോക്കാം. ടൈമിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് വെരിലോഗ് അലോ ഫോർ സ്റ്റിമുലേഷൻ വിത്ത് ടൈമിംഗ് ഡിലേ യൂസിങ് ഹാഷ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ടൈമിംഗ് ഡിലേ നമ്മൾ ഹാഷ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ അതിൻ്റെ സിൻടാക്സ് ആണ് ഹാഷ് ഡിലേ ടൈം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റിനാണോ അതിന്റെ ഡിലേ ടൈം നമുക്ക് ഹാഷ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിന്റെ എക്സാമ്പിള്. ഇനി ഫൈനൽ സ്റ്റേറ്റ് മെഷീൻ നമുക്കറിയാം. വെരിലോഗിനെ യൂസിങ് വെരിലോഗ് ടു ഡിസൈൻ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ലൈക്ക് കൗണ്ടേഴ്സും കൺട്രോളേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇത് തൽക്കാലം നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ അതിന്റെ സിൻടാക്സ് ആണിത്. പോസ്റ്റ് എഡ്ജും ക്ലോക്കും അല്ലെങ്കിൽ പ്രീ എഡ്ജ് പോസ്റ്റ് എഡ്ജ് റീസെറ്റ് നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മൾ അവിടുത്തെ ട്രാൻസിഷൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ് മെഷീൻ. നമ്മൾ ഇൻപുട്ട് ക്ലോക്ക് കൊടുത്തു, റീസെറ്റ് കൊടുത്തു, ഇൻപുട്ട് ഇൻ കൊടുത്തു, ഔട്ട്പുട്ട് രജിസ്റ്റർ ഔട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിന്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിന്തസിസും സിമുലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമുലേഷൻ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആണ്, ഡിസൈൻ ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സിന്തസൈസ് എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ്. അതായത് വെരിലോഗ് കോഡിനെ ഗേറ്റ് ലെവൽ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിന്തസൈസ് എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. എക്സിറ്റ് ലേൺ ആണ്, സപ്പോർട്ട് ബോത്ത് ബിഹേവിയർ ആൻഡ് സ്ട്രക്ചറൽ മോഡലിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടൂൾ സെറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു കോഡിന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ ആൻഡ് ഗേറ്റിന്റെ ഒരു കോഡാണ്. അപ്പൊ നമുക്ക് കോഡ് എന്ന് പറയുന്നത് വെരിലോഗ്, സോറി അതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ വെരിലോഗ് നോക്കാം. ഇവിടെ നമ്മൾ മൊഡ്യൂൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മൊഡ്യൂള് ആൻഡ് ഇവിടുത്തെ ഔട്ട്പുട്ട് വൈയും ഇൻപുട്ട് എയും ബിയും ഉണ്ട് നമുക്ക് ഇവിടെ. ഇവിടുത്തെ ആൻഡ് വൈ കോമ എ കോമ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ആൻഡ് ഓപ്പറേഷനെയാണ് കാണിക്കുന്നത്. അതായത് എയും ബിയും കൂടെ ആൻഡ് ഓപ്പറേഷൻ ചെയ്തിട്ട് വൈനോട്ട് നമ്മൾ അസൈൻ ചെയ്തില്ലേ, ആ ആൻഡ് ഓപ്പറേഷനെയാണ് നമ്മൾ ആൻഡ് വൈ കോമ എ ബി വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻഡ് മൊഡ്യൂൾ ചെയ്യുന്നുണ്ട്, മൊഡ്യൂളിന് എൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ എന്താണ് മൊഡ്യൂൾ ആൻഡ് ഗേറ്റ് ടെസ്റ്റ് ബെഞ്ച് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് ബെഞ്ച് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് മൊഡ്യൂള്, അവിടുത്തെ ടെസ്റ്റ് ബെഞ്ചിന്റെ നെയിമാണ് ഇതെന്ന്, ആൻഡ് ഗേറ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ബെഞ്ച്. ഇവിടെ 2 രജിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ഇൻപുട്ട് ഡേറ്റയെ സ്റ്റോർ ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിവിടെ ഒരു വയർ എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വയർ പൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ് ഇൻസ്റ്റൻസ് വൈ കോമ എ കോമ ബി കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻസ്റ്റൻറ്റേറ്റ് ചെയ്യുവാണ് ആൻഡ് മൊഡ്യൂളിനെ, അതായത് വൈനെ എ ബിയിലോട്ട് മൊഡ്യൂൾ പോർട്ടിലോട്ട് കണക്ട് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ ഇനിഷ്യൽ ബിഗിൻ ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ ബിഗിൻ ചെയ്യുന്നതിന് ശേഷം ഡംപ് ഫയൽ കൊടുക്കുന്നുണ്ട്, ആൻഡ് ഗേറ്റ് ഡോട്ട് വി സി ഡി എന്ന് പറഞ്ഞിട്ട്. അതായത് സ്പെസിഫൈ ദ ഫയൽ ടു സ്റ്റോർ എന്താണ് സ്റ്റിമുലേറ്റ് വേവ് ഫോമിന് വി സി ഡി ഫോർമാറ്റ് ആണ്. വി സി ഡി ഫോർമാറ്റിനെ നമുക്ക് ഫയലിന് സ്പെസിഫൈ ചെയ്യാനാണ്, എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നതാണ്. പിന്നെ ഡംപ് വാർ കൊടുത്തിട്ടുണ്ട്. ഡംപ് വാർ എന്ന് പറയുന്നത് ഒരു ഡംപ് ഓൾ വേരിയബിൾ ഇൻ ദി കറണ്ട് സ്കോപ്പ് ടു ദ വി സി ഡി ഫയൽ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മളുടെ ഔട്ട്പുട്ടിന് പ്രിന്റ് ചെയ്യാൻ. മോണിറ്റർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അതായത് എയും ബിയും വൈയിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇനി നമുക്ക് കിട്ടേണ്ട എന്താണ് കണ്ടീഷൻസ്, ടെസ്റ്റ് ഇൻപുട്സ് അതാണ് കൊടുക്കേണ്ടത്. അതായത് എയും ബിയും 0 കൊടുത്താൽ എന്ത് ഔട്ട്പുട്ട് കിട്ടും, 0 1 കൊടുത്താൽ 1 0 കൊടുത്താൽ 1 1 കൊടുത്താൽ എന്ത് കിട്ടും എന്നുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് കേസസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രോഗ്രാമിങ്ങിനകത്ത്, ഒരു ബേസിക് പ്രോഗ്രാമിങ്ങിനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ.